വെൽക്കം ടു ദിസ് വീഡിയോ. ഇപ്പോൾ ഓണം മലയാള റിലീസുകളിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ലോക ചാപ്റ്റർ 1. അതിനെക്കുറിച്ചൊരു അനാലിസിസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സിനിമ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ, കാരണം ഇതിൽ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ഓൺലൈനിലായാലും സോഷ്യൽ മീഡിയയിലായാലും ഒക്കെ നല്ല റേറ്റിംഗ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. ഞാൻ റിലീസ് ചെയ്ത് അന്ന് തന്നെയാണ് പോയി കണ്ടത്. ഫുൾ ക്രൗഡായിരുന്നു തിയേറ്ററിൽ. സെക്കൻഡ് ഹാഫൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ക്രൗഡിൻ്റെ റെസ്പോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും. പക്ഷേ പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് അത്രയൊരു സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല സിനിമയിൽ. കാരണങ്ങൾ ഞാൻ പറയാം, പക്ഷെ ആദ്യം തന്നെ ഞാൻ ഈ സിനിമയുടെ പോസിറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കാം. ഇതൊരു മിസ്റ്ററി, മിത്ത്, പിന്നെ അതൊരു മോഡേൺ കാലഘട്ടമൊക്കെ ആയിട്ടുള്ള ഒരു ബെൻഡ് അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ VFX അല്ലെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി, ക്യാമറ, ഡയറക്ഷൻ, ആക്ഷൻ നല്ലൊരു ഫീലായിരുന്നു തന്നിരുന്നത്. പിന്നെ ചില പോർഷൻസും, അതായത് ഇവളുടെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നത്, എങ്ങനെ നീലിയായി എന്നുള്ളൊരു സ്റ്റോറി കാണിക്കുന്ന ആ ഒരു പോർഷനൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഇതിൻ്റെ റൈറ്റിങ്ങിലും ഇതിൻ്റെ സ്റ്റോറിയിലും വളരെയധികം ക്ലാരിറ്റി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം പ്ലോട്ട് ഹോൾസ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പോയതല്ല, പക്ഷെ എന്നിരുന്നാലും അത് വളരെ ഒബ്വിയസ് ആയിട്ട് നമ്മുടെ മുമ്പിലോട്ട് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പിന്നിലുള്ള മോട്ടീവ്സ്, അല്ലെങ്കിൽ ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നൊരു രീതി, ബാക്ക് സ്റ്റോറി, അതൊന്നും അധികം ഡെപ്ത് ഇല്ലാത്തതുപോലെ തോന്നി. നീലി എന്നുള്ള ക്യാരക്ടറിന് അത്യാവശ്യം നല്ല ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. നീലിയുടെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നതൊക്കെ അതിനൊരു അഡ്വാൻറ്റേജാണ്. പക്ഷെ എന്നിരുന്നാലും കുറേയധികം കാര്യങ്ങൾ ചുമ്മാ ഇങ്ങനെ നമ്മളെന്താ പറയുക, ഇങ്ങനെ നമുക്ക് ഊഹിക്കാമെന്നുള്ള രീതിയിലിട്ട് തന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷെ അത് അതിനുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല കാണുന്നവർക്ക്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം കണ്ടു കഴിയുമ്പോൾ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നി. കുറച്ച് സിറ്റുവേഷൻസ് ഞാൻ പറയാം. നീലിയുടെ സ്റ്റോറി തന്നെ എടുക്കുക. നീലി 1800s സമയത്ത്, അതായത് രാജഭരണം നിലനിൽക്കുന്ന സമയത്ത് ബാംഗ്ലൂരൊന്നും ഡെവലപ്ഡ് ആയിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർക്കൊക്കെ വളരെ മുമ്പാണ്. ആ സമയത്ത് നീലി ഒരു വളരെ കുട്ടിയായിരുന്നു അല്ലേ. പിന്നീട് ഒരു ബ്രിട്ടീഷുകാർ വന്ന സമയത്ത്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 50 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. 50 വർഷം കഴിഞ്ഞപ്പോൾ ഇതേ കാണുന്ന നീലിയുടെ അപ്പിയറൻസിൽ പുള്ളിക്കാരി വാറിൽ പങ്കെടുക്കുന്നു. ലണ്ടനിലാണോ എന്നറിയില്ല, പക്ഷേ യൂറോപ്പിലുള്ള ഏതോ തെരുവയിലൂടെ അങ്ങനെ നടന്നു പോന്നു. ഷീ ഈസ് ഓൾമോസ്റ്റ് ദിസ് ഏജ്. ഒരു 50 വർഷം കൊണ്ട് പുള്ളിക്കാരി ആ ഒരു ചെറുപ്പം 6-7 വയസ്സിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഒരു 25-26 അല്ലെങ്കിൽ 28 വയസ്സ് നോട്ടിക്കോ, അപ്പിയറൻസിലാണ് ഞാൻ പറയണേ, ആ ഒരു ലുക്കിലോട്ടെത്തി. അതായത് ഒരു 20 ഇയേഴ്സിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടായി ആ ഒരു കാലഘട്ടത്തിൽ. ഒരു 100 കൊല്ലം കൊണ്ട് പിന്നീട് ഇങ്ങോട്ടുള്ളൊരു 100 കൊല്ലത്തിൽ പുള്ളിക്കാരി ഏകദേശം ആ സെയിം അപ്പിയറൻസിലിരിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്മോർട്ടലാണെങ്കിൽ ആ കടി കിട്ടിക്കഴിഞ്ഞ് ആ സമയത്തുള്ള അപ്പിയറൻസ് ഉണ്ടാവേണ്ടത്. പക്ഷേ അത് വിട്, സ്ലോലി അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെങ്കിൽ തന്നെ ആ 100 കൊല്ലം കൊണ്ട് ഉണ്ടായ മാറ്റമല്ല പിന്നീടുണ്ടായ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് നോ ചേഞ്ചാണ് കഴിഞ്ഞ ലാസ്റ്റ് 100 ഇയേഴ്സ് എന്നുള്ള രീതിയിൽ കാണിക്കണം. അത് വളരെയധികം എന്താ പറയുക, വലിയ കുഴപ്പമില്ല. പക്ഷേ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഒട്ടും കൺവിൻസിങ് ആയി തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ ഏജ് കൂടും തോറും അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയും തോറും ഇതിൻ്റെ പവർ കുറഞ്ഞു വരും, സൺലൈറ്റ് ഒട്ടും പറ്റാതെയാവും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. വർഷങ്ങൾ കഴിയും തോറും മോർട്ടാലിറ്റി എന്നുള്ള റേറ്റ് കൂടണം, അതുകൊണ്ട് അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ആ ഒരു ചേഞ്ച് ഈ ക്യാരക്ടറിൻ്റെ ലുക്കിൽ ഒട്ടും കാണിക്കുന്നില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നസ്ലിൻ എന്ന ക്യാരക്ടറിൻ്റെ പ്ലേസ് ചെയ്താണത്. നസ്ലിൻ എന്ന ക്യാരക്ടറായിട്ട് നീലിക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്നാണ് പറയുന്നത്. 1800s തോന്നുന്നു, അതുകൊണ്ട് ഏർലി 1900s തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ ക്യാരക്ടറും അയാളുടെ ഫോട്ടോ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് നീലി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാൾ, കോയിൻസിഡൻസ് ആണോ ഇവരെ മീറ്റ് ചെയ്യിപ്പിച്ചത്, അതോ നീലി അറിഞ്ഞുകൊണ്ട് ഇവൻ്റെ അടുത്തേക്ക് വന്നതാണോ, ഇവനെന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ, അല്ലെങ്കിൽ ഇവനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ, ഒരു ഐഡിയയും തന്നിട്ടില്ല. നീലിക്ക് അങ്ങനെ മനസ്സിലായി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ ഫ്ലാറ്റിലുണ്ട്, ഈ ഏരിയയിലുണ്ട്. കാരണം നീലിനെ ഇവിടെ വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ പറയുന്നത് ഇവരുടെ മറ്റേ ഗ്യാങ്ങിലുള്ള വലിയ ആൾക്കാരാണ്. അപ്പോൾ നീലിയുടെ ചോയ്സ് എല്ലാം തോന്നുന്നു എനിക്ക് ആ നീലി വന്ന് നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അത് ഒട്ടും ക്ലാരിറ്റി ഉണ്ടായില്ല. ഇനിയിപ്പോൾ അടുത്ത ഇതിൽ കാണിക്കുമെന്ന് എനിക്കറിയില്ല.
അടുത്ത ചാപ്റ്ററിലായിട്ട് ഇത് കാണിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ബാക്ക് സ്റ്റോറി കാണിക്കേണ്ട, അതായത് ക്യാരക്ടേഴ്സിന് ബിൽഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഡീറ്റെയിലിംഗ് ആണ്. പക്ഷെ അത് കൺഫ്യൂസിങ് ആണ്. അത് കാണിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ചുമ്മാ ഒരു ചെക്കൻ, അവന് ഇവളെ ഒരു ക്രഷ് തോന്നി, ഇവളെ പിന്നാലെ വന്നു. അപ്പോൾ അവൻ കുറച്ച് ഡേഞ്ചറിൽ വന്ന് വിട്ടു. അവനെ രക്ഷിക്കാൻ ഇവള് പിന്നെ കൂടെ കൂടി. അത് പറഞ്ഞ് നിർത്തിയാൽ മതിയായിരുന്നു. പിന്നെ ഈ പഴയ ലുക്കുള്ള അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായില്ല. എനിക്ക് ആ ഒരു മോട്ടീവ് തീരെ മനസ്സിലായില്ല. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, കുറേ ക്യാരക്ടർ അനാവശ്യമായിട്ട് പ്ലേസ് ചെയ്താണ്. ഒരു സീനിൽ സൗബിനൊക്കെ വന്നു പോയി, ഒരു ഒറ്റ ഷോട്ട്. പിന്നെ ടോവിനോ ഒരു വേണമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ടോവിനോനെ കൊണ്ടുവരുന്നതിന് പകരം ഇപ്പോൾ അവസാനത്തെ ഒരു ഷോ ഓഫ് ഉണ്ടായില്ലോ ദുൽഖറിൻ്റെ, അത് ഒട്ടും ആവശ്യം ഉണ്ടായില്ല. കാരണം ആ സ്റ്റോറിക്കോ അതിന് വേണ്ടിയിട്ട് ഒരു ത്രെഡ് ബിൽഡ് ചെയ്താണ് പോലെ ഉണ്ടായുള്ളൂ. സംഭവം നമുക്ക് മനസ്സിലായി, ഇവർ വില്ലന്മാർക്കെതിരെയാണ് പോരാടുന്നത്, ഒരു കൈൻഡ് ഓഫ് സൂപ്പർ ഹീറോസ് ആണ്. അപ്പോൾ ഒബ്വിയസ് ആണ്. പിന്നെ അതിന് വേണ്ടി മാത്രം ഒരു ഗ്യാങ്ങിലെ ഒരാളെ വന്ന് അവിടെ ക്യാപ്ചർ ചെയ്തണു, അവരെ ഇവിടെ വന്ന് കൊല്ലണു, ഒട്ടും ആവശ്യം ഉണ്ടായില്ല ആ സംഭവം. അവസാനത്തെ ദുൽഖറിൻ്റെ പ്ലേസ്മെൻറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം ഇവരെ മറ്റേ ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലത്ത് നിന്ന് ടോവിനെ രക്ഷിക്കുന്ന പകരം ദുൽഖറിന് നല്ലൊരു ഏരിയ കൊടുത്ത് അവിടെ ദുൽഖർ വന്ന് രക്ഷിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കയ്യടി കിട്ടിയേനെ. അതൊരു ഹൈ മൂമെൻറ്റും ആയേനെ. അവിടെ ടോവിനോ ആയാലും ദുൽഖർ ആയാലും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ഇനി ഫാൻസിൻ്റെ കാര്യങ്ങളൊന്നും. പക്ഷേ ആ സ്റ്റോറിക്ക് അത് ഒട്ടും ഹെൽപ്പ് ചെയ്തിട്ടില്ല. പിന്നെ അനാവശ്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു ദുൽഖർ ഫാൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ സാധാരണ ഒരാൾ പ്രേക്ഷകൻ കാണാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഒട്ടും എനിക്ക് അത്രയും ഇമ്പാക്റ്റ്ഫുള്ളായി തോന്നിയില്ല. പിന്നെ ഒരു സ്ഥലത്ത് വന്ന് 20 കൊല്ലത്തിന് മുകളിൽ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ നേരി പറയുണ്ടായിരുന്നു നസ്ലിനോട്. അതും മൊത്തം കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. കാരണം 200 കൊല്ലമായി, മിനിമം 200-250 കൊല്ലമായിട്ടുണ്ട് ഇവളുടെ ഒരു സ്റ്റോറി തുടങ്ങിയിട്ട് തന്നെ. അപ്പോൾ ഒരു 100 രാജ്യങ്ങളും പുള്ളിക്കാരി കവർ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഒന്നിൽ കൂടുതൽ തവണ മാറി നിന്നിട്ടുണ്ടാവും. അതൊന്നും അറിയില്ല. പക്ഷേ ഒരു 20 ഇയർ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? ചുമ്മാ അങ്ങനെ പറഞ്ഞു പോയി, അതൊന്നും ഷോ ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ ഇന്ന ഡയലോഗ്. അപ്പം നമുക്കൊരു ഡീറ്റെയിൽ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് പറഞ്ഞു പോയി, അത്രേ ഉള്ളൂ. അതും ഒട്ടും കൺവിൻസിങ് അല്ല ശരിക്കും പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് 20 കൊല്ലം മാത്രം? അത് ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഇങ്ങനെ പറയുന്നില്ല, 1400 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. ഒരു ഹോളിവുഡ് സിനിമയാണ്. അതിൽ ആ പുള്ളിക്കാരനെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് അവിടെ ജോലിക്ക് ചെയ്ത് വളരെ ബ്ലെൻഡായി ആൾക്കാർ കുറേ പരിചയമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പുള്ളി കുറച്ച് കഴിയുമ്പോൾ ആ നാട് വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിലൊരു മോട്ടീവ് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ നീലിയുടെ മോട്ടീവ് എന്താ 20 കൊല്ലം അവിടെ നിൽക്കണമെന്ന്? അതൊന്നും അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. അടുത്താണ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയത് വില്ലൻ കഥാപാത്രം. വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പോലീസുകാരനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു പെണ്ണിനെ രാത്രി കുറച്ച് ഗാങ്സ്റ്റേഴ്സ് ഫോളോ ചെയ്യുമ്പോൾ സേവ് ചെയ്യുന്നു. പിന്നീട് പുള്ളിയുടെ ഡയലോഗ്സ് നമുക്ക് മനസ്സിലായി വളരെ കൺവെൻഷനലായിട്ടുള്ള, പെൺപിള്ളേർ രാത്രി എന്തിനാണ് ഇറങ്ങി നടക്കുന്നത്, ആ സമയത്ത് ഇറങ്ങി നടക്കുന്നതിൻ്റെ ഉദ്ദേശം ചോദ്യം ചെയ്യുന്നു പുള്ളി. പിന്നെ കുറേ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വരുമ്പോൾ പുള്ളിയുടെ കുറച്ചുകൂടി അപ്പിയറൻസ് ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി ആ ഒരു ഗാങ്സ്റ്റേഴ്സിൻ്റെ കൂടെ കൈക്കൂലി വാങ്ങുന്ന അങ്ങനത്തെ ഒരു പോലീസുകാരനാണ്. പുള്ളി ഒറ്റയ്ക്ക് അമ്മയും പുള്ളിയും കൂടി മാത്രമാണ് താമസിക്കുന്ന ഒരു വീട്ടിൽ. പുള്ളി ഒരു ടീ ടോട്ടലറാണ്. ചായ പോലും കുടിക്കില്ല, ബീഡി വലിക്കില്ല, മദ്യപിക്കില്ല, നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെന്ന് ഉള്ള രീതിയിലൊക്കെ ബിൽഡ് ചെയ്ത് വരുന്നു. പുള്ളിക്ക് ഒരു കടി കിട്ടുന്നു ഇവളുടെ കയ്യിൽ നിന്ന്. വൈറസ് പുള്ളിയുടെ ദേഹത്ത് വരുന്നു. പുള്ളി നല്ലൊരു ബോഡി ആയ കാരണം പുള്ളിക്ക് ആ വൈറസ് പുള്ളിയുടെ ദേഹത്ത് ബിൽഡ് ചെയ്ത് പുള്ളിക്ക് അവളുടെ നീലിയുടെ പവേഴ്സൊക്കെ കിട്ടുന്നു. ഓക്കെയാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് പുള്ളി വീട്ടിൽ വന്ന് പുള്ളിക്ക് ഇതാണ് സംഭവം എന്നൊക്കെ മനസ്സിലായി, പുള്ളിക്ക് ഇതിൻ്റെ പവറൊക്കെ കിട്ടി എന്നുള്ളതൊക്കെ മനസ്സിലായി. അമ്മയോട് പറയുന്നൊരു സംഭവമുണ്ട്. വീട്ടുകാരായിട്ട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്നുള്ള സംഭവം ഒന്നും അറിയില്ല. അമ്മയോട് എന്തെങ്കിലും ദേഷ്യം എന്നുള്ള രീതിയിലൊന്നും പുള്ളി പെരുമാറിയിട്ടേ ഇല്ല അതുവരെ. ഇപ്പോൾ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പുള്ളി പുറമേ കാണുമ്പോൾ ഇങ്ങനെ കുറേ ട്രഡീഷണൽ സംഭവങ്ങൾ, വാല്യൂവും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മനുഷ്യനാണ്.
കൈക്കൂലിയൊക്കെ വാങ്ങും, പണം ഉണ്ടാക്കാൻ നോക്കുന്നതാണ്, എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്നൊക്കെ ഉള്ള രീതിയിലാണ് പിക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അവസാനമായപ്പോൾ ചോര കിട്ടാണ്ടായപ്പോൾ പുള്ളി അമ്മേനെ കൊന്നു. അത് ഒരു 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 പുള്ളി അത്രയും വലിയൊരു ക്രൂവൽ ക്യാരക്ടറാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചതാണോ? അങ്ങനത്തെ ഒരു മോട്ടീവ് പുള്ളിക്കില്ല. പുള്ളി എക്സ്റ്റേണലി പുറത്ത് ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പുള്ളി കാണിക്കുന്നുണ്ടെങ്കിലും വീട്ടിലുള്ള അമ്മോട് അങ്ങനെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ പുള്ളി കടവുളാണ്, അപ്പം അമ്മ ആരാ, കടവുളിൻ്റെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ കൊന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊന്നതെന്നുള്ളത് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. പുള്ളി അങ്ങനെ ഒരു ക്രൂവൽ ക്യാരക്ടറാണെന്ന് കാണിക്കാനായിട്ട് പിന്നെ കുറച്ചുകൂടി കാണിക്കായിരുന്നു കുറച്ച് സീൻസൊക്കെ. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയായിട്ടുള്ള വഴക്കിടുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കായിരുന്നു. അതോ ഒരു കാര്യമില്ലാണ്ട് അമ്മേനെ പോയി കൊന്ന് ചോര കുടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്താ തോന്നുക എന്നുള്ള കാര്യം ഈ കഥ എഴുതുന്ന ആൾക്കാരൊന്ന് രണ്ടാമത് ചിന്തിച്ചോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് നല്ല കോമഡി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരു വില്ലനെ കാണിക്കാൻ വേണ്ടി, അത്രയും ക്രൂവലായിട്ടുള്ളൊരു വില്ലനെ കാണിക്കാൻ വേണ്ടി വളരെ വെറുതെ വന്നത് പ്ലേസ് ചെയ്ത പോലെ തോന്നി. വേറെ എന്തൊക്കെയോ കാണിക്കായിരുന്നു, പുറത്തിറങ്ങിപ്പോയി വേറെ ആരെങ്കിലും കൊല്ലുന്ന രീതിയിൽ കാണിക്കായിരുന്നു, എന്തെങ്കിലും കാണിക്കായിരുന്നു. അത് പോട്ടെ, ഇവരുടെ ഹാർഡ് റോക്കോ ആ ഒരു കഫേ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പബ്ബോ ബാറോ, അതിൻ്റെ ഉള്ളിലൊരു ഫൈറ്റ്സ് ഉണ്ട്. അവസാനത്തെ ഫൈറ്റ് നമ്മുടെ ജോൺ വിക്കിൽ കാണിക്കുന്ന പോലത്തെ ഒരു കോണ്ടിനെൻ്റൽ സെറ്റപ്പാണ് ഈ അവരുടെ ബാംഗ്ലൂരുള്ള കഫേ അല്ലെങ്കിൽ ബാറ് സംഭവം. അവർക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവരുടെ പേര് എഴുതിയ കീയും റൂമുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ. ഗരുഡ ഗാങ്ങിന് ചീഫ് മിനിസ്റ്റർ ഓർഡർ കൊടുത്തിട്ട് ഗരുഡ ഗാങ്ങാണ് ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ വരുന്നത് കേട്ടോ. നല്ല കോമഡിയാണ് ഗരുഡ ഗാങ്. ഗരുഡ ഗാങ്ങിന് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റിലോ തലയുടെ ബാക്കിലോ വെടിവെക്കണം. തലയുടെ ബാക്ക്, ഇതാണ് അവരുടെ എയിമിങ് പോയിന്റ്സ്. ഒരു 10-15 ആൾക്കാരുണ്ട് കേട്ടോ ഈ ഗരുഡ ഗാങ്. ട്രെയിൻഡ് മിലിറ്റൻസ് ആണ്. അത് ആലോചിക്കണം. നീലി അവിടെ വന്ന് നിൽക്കുകയാണ് ഇങ്ങനെ മരം പോലെ. ഈ 15 പേരും വെടിവെച്ചിട്ട് ഒരു ബുള്ളറ്റ് പോലും ഇവളുടെ മേത്ത് കൊള്ളില്ല. ബാക്കിയുള്ള ബാറിലുള്ള കുപ്പികളൊക്കെ പൊട്ടും. അതിനും വലിയ വിഷമം നീലിക്ക് വെടികെട്ടാത്തല്ല വിഷമം, ആ ബാറ് മൊത്തം നശിപ്പിച്ചു ഉമ്മാര് വെടിവെച്ച്. ഇത്രയും ഷൂട്ട് ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാരെയാണോ ഇവിടെ കൊണ്ടുവന്ന് മിലിറ്റൻസ് എന്നുള്ള പേരിട്ട് ഗരുഡ ഗാങ്ങോ അങ്ങനെ എന്തോ സംഭവം അവരലക്കിയത്. വളരെ വളരെ പരിതാപകരമായിരുന്നു അത്. ഇവള് വന്ന് എന്തോ സാധനം ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ഗണ്ണെടുത്ത് എല്ലാവരും ഷൂട്ട് ചെയ്ത് അവരൊക്കെ തകർന്ന് തരിപ്പണമായി, എല്ലാവരും വീണ് കിടക്കുക. അത് കഴിഞ്ഞിട്ട് 4 ഗുണ്ടകൾ വന്നു, 3-4 ഗുണ്ടകൾ. അവർ കുറച്ചുകൂടി നന്നായിട്ട് ഷൂട്ട് ചെയ്തു. അവളെ സഹിക്കാൻ പറ്റാത്ത ഒരു രംഗമായിരുന്നു ഇത് രണ്ടും. അതായത് ലോക്കൽ ഗുണ്ടകൾ ഒരു മെഷീൻ ഗൺ കൊണ്ടുവന്നിട്ട് അവളെ ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തു. പക്ഷേ ഈ ട്രെയിൻഡ് മിലിറ്റൻസ് വന്നിട്ട് അതും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടും ഇവളെ ഒട്ടും എയിം ചെയ്ത് ഷൂട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. എന്ത് തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് എങ്ങനെയാണത് ഡയറക്റ്റ് ചെയ്തതെന്നുള്ള കാര്യം ഒട്ടും കൺവിൻസിങ് അല്ല ആ സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെയിൻ വില്ലൻ വരുന്നു. കൊടൂര വില്ലനാണ്. അവനെ ക്യാപ്ചർ ചെയ്തതൊന്നും അധികം കുഴപ്പമുണ്ടായില്ല. എനിക്ക് അത്രയും കൺവിൻസിങ് ആയിട്ട് തോന്നിയത്. കാരണം നീലിയുടെ മുമ്പ് ആ കത്തനാർ ക്യാപ്ചർ ചെയ്ത പോലെ തന്നെയാണ് നീലി. അതുപോലെ അല്ലെങ്കിലും അങ്ങനെ ഒരു മോഡ് ഓഫ് അറ്റാക്കാണ് ഉപയോഗിച്ച് പുള്ളിനെ ക്യാപ്ചർ ചെയ്തൊക്കെ. അതൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ അവസാനത്തെ രംഗം ഞാൻ പറഞ്ഞല്ലോ, വേറെ അനാവശ്യമായിട്ടുള്ള ഒരു രംഗമായിരുന്നു. ദുൽഖറിനെ കാണിക്കാൻ വേണ്ടി കുറച്ച് ഫൈറ്റും കാര്യങ്ങളും ഒരു ആവശ്യം ഉണ്ടായില്ല. കഥയ്ക്ക് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. എല്ലാവരും നല്ല മികച്ച അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു വേറിട്ട അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നിയ കാരണം ഞാൻ ചുമ്മാ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അല്ല ഇത് ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും പോയിൻ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. താങ്ക് യു.